ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നെന്ന് മീൻസ് അന്ന് എൻ്റെ ഫ്രണ്ടിൻ്റെ എൻഗേജ്മെൻ്റ് ആയിരുന്നു. അപ്പോൾ അന്ന് എനിക്ക് വ്ളോഗ് എടുക്കാനൊന്നും ഒരു പ്ലാനിങ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇവന്മാരോട് ചോദിച്ചു, നീ ഇന്ന് വ്ളോഗൊന്നും എടുക്കുന്നില്ലേ, ഞങ്ങളെ ഇന്ന് കാണിക്കുന്നു പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചത് വ്ളോഗ് എടുത്തിരിക്കുകയാണ്. അങ്ങനെ വ്ളോഗ് എടുത്തു. അപ്പോൾ എൻഗേജ്മെൻറ്റ് ഒരുവിധമൊക്കെ ആയപ്പോഴാണ് ഞാൻ എത്തിയത് കേട്ടോ. കഴിയാറൊക്കെ ആയപ്പോഴാണ് എത്തിയത്. ഓരോരുത്തർ ഫ്രണ്ട്സ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നുള്ളൂ. ഞങ്ങളെല്ലാവരും ഡിഗ്രിക്ക് BCA ഒരുമിച്ച് പഠിച്ചതാണ്. ഇത് എൻ്റെ കൂടെ പഠിച്ച കാർത്തികയാണ് ഡിഗ്രിക്ക്. അപ്പോൾ അവളുടെ എൻഗേജ്മെൻ്റ് ആയിരുന്നു. അവൾ കല്യാണം കഴിക്കാൻ പോകുന്ന ആൾ ഞങ്ങളുടെ സീനിയറും ആയിരുന്നു കേട്ടോ. ശ്രീരാഗാണ് കല്യാണം കഴിക്കാൻ പോകുന്നത്. അങ്ങനെ ഞങ്ങൾ ഫോട്ടോ എടുക്കാനായിട്ട് ഫ്രണ്ടിലേക്ക് ചെന്നപ്പോൾ നിറയെ നല്ല തിരക്കുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം അവിടെ വെയിറ്റ് ചെയ്തു. അപ്പോൾ അവിടെ ഇൻസ്ട്രുമെൻ്റൽ മ്യൂസിക് നടക്കുന്നുണ്ടായിരുന്നു. കുറച്ച് നല്ലതായിരുന്നു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു കേൾക്കാൻ വേണ്ടിയിട്ട്. ഇവരെല്ലാവരും എൻ്റെ കൂടെ പഠിച്ചതാണ് കേട്ടോ. അപ്പോൾ അവിടെ ഞങ്ങൾ കുറേ നേരം ഇൻസ്ട്രുമെൻ്റൽ മ്യൂസിക് കേട്ട് നിന്നു കേട്ടോ. അതൊന്ന് കേൾപ്പിച്ചു തരാം നിങ്ങൾക്ക്. ഞാൻ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. ആ വയലും വായിക്കുന്ന ചേട്ടൻ്റെ ചിരിയാണ് കേട്ടോ അതിലെ ഹൈലൈറ്റ്. എന്നിട്ട് നേരെ ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് വന്നു. പക്ഷേ എല്ലാവർക്കും അവിടെ ഇരിക്കാൻ പറ്റില്ല കേട്ടോ. കുറച്ച് പേർക്ക് സീറ്റ് ഉണ്ടായിരുന്നില്ല. അവർ പുറത്ത് നിൽക്കുകയായിരുന്നു. അപ്പോൾ ഞങ്ങൾ കുറച്ച് പേരിരുന്നു. ഉമ്മിയും ഞാനും വിനീതും കൂടെ ഒരു അടുത്തിരുന്നു. ബാക്കിയുള്ളവർ അപ്പുറത്തെ സൈഡും ഇരുന്നു കേട്ടോ. അപ്പോൾ ഉമ്മിയെ നിങ്ങൾ അങ്ങനെ അധികം വ്ളോഗിൽ കണ്ടിട്ടില്ല. പഴയ കുറച്ച് വ്ളോഗിലുണ്ട്. കാരണം അവൾ പൂനെയിലാട്ടോ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അവൾ ഇടയ്ക്ക് ലീവിന് 2-3 മാസം കൂടുമ്പോഴായിരിക്കും വരുന്നത്. അപ്പോൾ എല്ലാവർക്കും ഒരുമിച്ച് കാണാൻ പറ്റാറുമില്ല. അതാണ് മെയിൻ പ്രശ്നം. ഇപ്പോൾ ഈ ഒരു ഫംഗ്ഷന് എല്ലാവർക്കും വരാൻ പറ്റിയില്ല. ഓരോരുത്തർക്കും അന്ന് ഒരുപാട് ഫംഗ്ഷൻ ഉണ്ടായിരുന്നു. സെപ്റ്റംബർ 8 ആയിരുന്നു ഏറ്റവും കൂടുതൽ കല്യാണമുള്ള ദിവസമായിരുന്നു. അപ്പോൾ അതൊക്കെ കാരണം ഞങ്ങൾക്ക് ഒന്നിച്ച് കൂടാൻ പറ്റിയില്ല. അങ്ങനെ അത് കഴിഞ്ഞ് ഞങ്ങൾ സദ്യയൊക്കെ കഴിച്ചിട്ട് വന്നപ്പോൾ അവരുടെ ഫോട്ടോഷൂട്ടും കാര്യങ്ങളും കണ്ട് ഞങ്ങൾ കുറച്ച് നേരം അവിടെ ഇരുന്നു. എന്നിട്ട് നമ്മുടെ ശ്രീരാഗിൻ്റെ വക ഒരു പാട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ അത് റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. അതൊന്ന് കേൾപ്പിച്ചു തരാം. പിന്നെ കുറേ നേരം ഞങ്ങളുടെ പാട്ടൊക്കെ കേട്ട് കുറേ സെൽഫിയൊക്കെ എടുത്തിരുന്നു കേട്ടോ. ഇവരെ എല്ലാവരും നമ്മളിങ്ങനെ ഒന്നിച്ച് കാണുന്നത് ഇങ്ങനെ എന്തെങ്കിലും ക്ലാസ്സിലെ ഫംഗ്ഷനോ മാരേജോ ഒക്കെ വരുമ്പോൾ മാത്രമാണ്. അല്ലാത്തത് നമ്മളിങ്ങനെ സിംഗിളായിട്ട് എവിടെയെങ്കിലും ഒക്കെ വെച്ച് കാണും. എന്നല്ലാതെ ഒരുമിച്ച് കിട്ടാറില്ല ഇവരെല്ലാവരെയും. അങ്ങനെ ഒരുമിച്ച് കിട്ടുന്നത് ഇങ്ങനെ കേട്ടോ. അപ്പം നമ്മുടെ അടുത്ത സെക്ഷൻ ആൾക്കാർ ഫുഡ് കഴിക്കാനായിട്ട് പോയിരിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് ഞങ്ങളിവിടെ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. അത് കഴിഞ്ഞ് നമുക്ക് കുറച്ച് ഗ്രൂപ്പ് ഫോട്ടോ ഒക്കെ എടുത്തിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഞങ്ങൾ കുറേ നേരം അവിടെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരുന്നു. ഇവന്മാർ വെറും അഭിനയമാണ് കേട്ടോ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഇങ്ങോട്ട് ഇറങ്ങി വരാൻ നേരം ഞാൻ പറഞ്ഞു, ഞാൻ ആദ്യം പോകാം, നിങ്ങൾ പുറകെ ഇറങ്ങി വന്നാൽ മതിയെന്ന്. ഇത് ഒരു രീതിയിൽ മൈൻഡ് ചെയ്യാത്ത കണക്ക് നടന്നു പോവുകയാണ്. എല്ലാം കൈയും കാലുമൊക്കെ കാണിക്കുന്നുണ്ട്. ആക്ടിങ് ആണ്. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞു ഇങ്ങനെ അഭിനയിക്കാതെ ഇങ്ങോട്ട് പോവില്ലായിരുന്നു. അവിടെ സ്റ്റക്കായി നിൽക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ ഉമ്മിക്ക് ടാറ്റാബൈയൊക്കെ പറഞ്ഞു കേട്ടോ. ഞങ്ങൾ ഇനി അടുത്ത വട്ടം വരുമ്പോൾ എല്ലാവരും കൂടെ കാണാൻ വിചാരിക്കുന്നത് നടക്കുമെന്ന് അറിയില്ല. അത് കഴിഞ്ഞ് വൈകിട്ട് വേറൊരു പ്ലാൻ ഉണ്ടായിരുന്നു. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഹായ് ഗൈസ് പറ. ഹായ് ഗൈസ് പറയടാ. നീ വ്ലോഗ് കണ്ടോ ഇന്നലത്തെ? കണ്ട? എന്ത് പറഞ്ഞടേ? ഓ അമ്മ ഇറക്കി വിട്.
ഇത് ഞങ്ങൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന് വെച്ചാൽ വൈകിട്ടായപ്പോൾ അമ്മേനെ വിളിച്ചിട്ട് ചോദിച്ചു നീ എപ്പോൾ വരുമെന്ന് ചോദിച്ചു. പക്ഷേ എന്താ കാര്യം എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ഇതേപോലെ നമുക്ക് ഫ്രിഡ്ജ് എടുക്കാൻ പോകുന്നത്. കുറേ നാളായിട്ട് പറയുന്ന കേട്ടോ ഫ്രിഡ്ജ് എടുക്കണം. നമ്മുടെ വീട്ടിലെ ഫ്രിഡ്ജ് കുറേ വർഷമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അമ്മയുടെ ഒരു ആഗ്രഹമാണ് ഇന്ന് നടക്കാൻ പോകുന്നത്. അപ്പോൾ ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത് കൊല്ലം നന്ദിയിലത്തായിരുന്നു കേട്ടോ. നന്ദിയിലത്ത് നിന്നാണ് മിക്കപ്പോഴും ഞങ്ങൾ ഇലക്ട്രോണിക് ഐറ്റംസ് എല്ലാം എടുക്കാറ്. അങ്ങനെ അവിടെ പോയി ചേച്ചിയും കൂട്ടിയിട്ടുണ്ടായിരുന്നു. ചേച്ചിയും ശ്രീഹാനും വന്നിട്ടുണ്ടായിരുന്നു. ചേച്ചിക്ക് അമ്മ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ശ്രീഹാനാണെങ്കിൽ അവിടെ നിന്ന് മടുത്താകുമ്പോൾ പിന്നെ എഴയാനൊക്കെ തുടങ്ങി അവിടെ. അങ്ങനെ ഞങ്ങളവിടെ ഞാനും അവനും കൂടെ അവനെ നോക്കലായിരുന്നു എൻ്റെ മെയിൻ ജോലി. അവൻ ഇതിൻ്റെ ഇടയിൽ കൂടെ ഒക്കെ ഓടി ചാടി നടക്കുകയാണ്. 5 മണിക്ക് വന്ന് 8 മണി വരെ അവിടെ നിന്നു. അപ്പോൾ അവൻ്റെ ക്ഷമ നിങ്ങൾ കാണണമല്ലോ. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് പിന്നെ വാഷിംഗ് മെഷീനും ഒക്കെ നോക്കിയിട്ടോ. അങ്ങനെ ഫ്രിഡ്ജും വാഷിംഗ് മെഷീനും എടുത്തു. അങ്ങനെ അമ്മയുടെ കുറേ നാളത്തെ ഒരാഗ്രഹം നടന്നു. അതിന് ശേഷം ഞങ്ങൾ ബില്ലിംഗ് സെക്ഷനിലോട്ട് വന്നു കേട്ടോ. ബില്ലിംഗ് ഒക്കെ ചെയ്തു. അവിടെ നേരെ വീട്ടിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. ചേച്ചിയാണെങ്കിൽ പെട്ടെന്ന് തന്നെ പോകണമായിരുന്നു കേട്ടോ. ചേച്ചി സിനിമയ്ക്കൊക്കെ ബുക്ക് ചെയ്തിട്ടാണ് വന്നത്. അമ്മ ഹാപ്പിയാണ്. കുറേ നാൾക്ക് ശേഷം കുറേ നാളോട് പറഞ്ഞുകൊണ്ടിരുന്നൊരു കാര്യമാണ് നടക്കുന്നത്. ഞങ്ങൾ എപ്പോഴും ചോദിക്കും പറയുന്നതല്ലാതെ ഇത് എടുക്കുന്നില്ലല്ലോ. അങ്ങനെ ഞങ്ങൾ പോകുന്ന വഴി ജയസമിലൊന്ന് കയറി. കുറേ നാളായി ഇങ്ങനെ ചാർജ് ഒക്കെ കുടിക്കാൻ ജയസമിലേക്കൊന്ന് വന്നിട്ട്. പണ്ട് എപ്പോഴും ജയസമിലൊക്കെ വരുമായിരുന്നുണ്ട്. ഇപ്പോൾ കുറേ നാളായി. അത് വീടിനടുത്തുള്ള ബേക്കറി ആയതുകൊണ്ടായിരിക്കാം. സാധനം മേടിക്കാൻ പോകാറുണ്ട്. പക്ഷേ അങ്ങനെ ഇരുന്ന് കഴിക്കാനൊന്നും അവിടെ കയറാറില്ല ഇപ്പോൾ. അങ്ങനെ പിന്നെ ഞാൻ അങ്ങോട്ട് കയറി. അപ്പോൾ അമ്മ കുഞ്ഞമ്മയെ വിളിച്ചിട്ട് ഫ്രിഡ്ജിൻ്റെയും വാഷിംഗ് മെഷീൻ്റെ കഥകളൊക്കെ പറയുകയാണ്. ഞാൻ അവിടെ നല്ലപോലെ ആസ്വദിച്ചിരുന്നു ചാർജ് കുടിച്ചു കേട്ടോ. നിങ്ങൾ കാണാൻ പോകുന്നത് വേറൊരു ദിവസം വൈകിട്ട് അനിയത്തേക്ക് മോമോസ് കഴിക്കണം എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ പുതിയതായിട്ട് പാലത്തറ വന്നിട്ടുള്ള ഒരു മോമോസ് ഷോപ്പിലേക്ക് വന്നതായിരുന്നു. പക്ഷേ കസ്റ്റമർ സർവീസും ആംബിയൻസും ഒക്കെ ബിലോ അവറേജ് ആയിരുന്നു. നമ്മൾ ചെന്നിട്ട് നമുക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. പക്ഷേ മോമോസിന് ടേസ്റ്റിന് കുറവൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. നമ്മൾ ചെന്ന് പാഴ്സൽ പറയുന്നതിന് വേറെ അവിടെ നിന്ന് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് പറയുകയും ചെയ്തു. പക്ഷേ അവിടെ നിന്ന് എഴുന്നേക്കാൻ പറ്റാത്ത അവസ്ഥയായിപ്പോയി. അങ്ങനെ മോമോസിന് കുഴപ്പമൊന്നുമില്ല, നല്ല ടേസ്റ്റ് ഉണ്ട്. അങ്ങനെ അവിടെ നേരെ ഞങ്ങൾ നേരെ പോയത് സ്മാർട്ട് പോയിന്റിലേക്കാണ്. എനിക്ക് ഷാമ്പു എടുക്കണമായിരുന്നു. പക്ഷേ ഷാമ്പു ഞാൻ ഉദ്ദേശിച്ച സാധനം അവിടെ ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഞങ്ങൾ 7up എടുക്കാമെന്നും പറഞ്ഞു പോയി. പിന്നെ എൻ്റെ അനിയത്തിക്ക് ഒരു ശീലമുണ്ട്, ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് 7up വേണം. അങ്ങനെ 7up എടുക്കാനായിട്ട് കയറി കേട്ടോ. അങ്ങനെ 7up എടുത്ത് ഇറങ്ങാമെന്ന് പറഞ്ഞ് നിന്നപ്പോഴത്തേക്ക് അവിടെ ഒരു ഡ്രിങ്ക് കണ്ടു കേട്ടോ. അപ്പോൾ അവൾ പറഞ്ഞു നമുക്ക് അത് വാങ്ങിയാലോ എന്ന് പറഞ്ഞു. അപ്പോൾ അത് ഞാൻ നോക്കിയപ്പോൾ 100 സംതിങ് ആണ് വരുന്നത്. പക്ഷെ അതെന്താ ഐറ്റം എന്ന് അറിയില്ല, വാങ്ങിയാൽ കൊള്ളാമെന്നും അറിയത്തില്ല. അപ്പോൾ ഞാൻ നമുക്ക് 7up പോരെ എന്നും പറഞ്ഞിട്ട് തിരിച്ച് വെച്ചിട്ട് അതേപോലെ ഇങ്ങ് പോരുന്നു കേട്ടോ. പിന്നെ ഞാൻ അവിടെ സിറത്തിൻ്റെ അടുത്തും ഓയിലിൻ്റെ അടുത്തും ഒക്കെ പോയി നോക്കി. ഈ സിറത്തിൻ്റെ സ്മെല്ലൊന്നും എനിക്ക് അങ്ങനെ പിടിക്കാറില്ല. ഞാൻ വാങ്ങുന്നൊക്കെ ഉപയോഗിക്കാതെ ഇവിടെ വെക്കാറാണ് പതിവ്. അതുകൊണ്ട് പിന്നെ മേടിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് 2-3 സിറമൊക്കെ എടുത്ത് നോക്കി. വെറുതെ നമുക്ക് ചുമ്മാ വേണ്ടെങ്കിലും കറങ്ങി തിരിഞ്ഞ് നിൽക്കുമല്ലോ. അങ്ങനെ ഒരു നോക്കിയിട്ട് നേരെ വീട്ടിലേക്ക് വന്നു. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ ബൈ.